എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. മുണ്ടേക്കരയിൽ ഇത് രണ്ടാം അംഗത്തിനിറങ്ങുകയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുനീറ സമദ്. നിലവിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് സുനീറ. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എടവണ്ണ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി വി ഹൈദറും പ്രചാരണ രംഗത്ത് സജീവമാണ്. മാറ്റത്തിന് വോട്ടുകളേകാം, ഇന്നീ വാർഡിന് കാവലുമാകാം. മാറട്ടെ ഇടതിൻ ഭരണം, UDF ഇന്നിനി വരണം. മാറട്ടെ ഇടതിൻ ഭരണം, UDF ഇന്നിനി വരണം. നല്ലൊരു നാളെ പുലർന്നിടുവാനായി വോട്ട് കൊടുക്കണം. സുനീറ സമദ് ജയിക്കണം, സുനീറ സമദ് ജയിക്കണം. എടവണ്ണയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ 2015-20 വർഷത്തിൽ മുണ്ടേക്കര വാർഡിനെ പ്രതിനിധീകരിച്ചത് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച സുനീറ സമദായിരുന്നു. 2020 അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എടവണ്ണ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു. ഇത് മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. പ്രിയപ്പെട്ട മുണ്ടേങ്ങരയിലെ 5ാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാരെ, ഞാൻ സുനീറ സമദ് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചു വരികയാണ്. 2015 മുതൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്കും 20 മുതൽ 25 വരെ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഞാൻ നിങ്ങളുടെ മെമ്പറായി ഇവിടെയുണ്ട്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി വോട്ട് ചോദിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നല്ലവരായ എല്ലാ വോട്ടർമാരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നല്ല പ്രതികരണമാണ്, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കഴിഞ്ഞ ടൈമിൽ ഈ വാർഡ് UDFന് നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും UDF ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ടം ഫുള്ളായിട്ട് നമ്മൾ പൂർത്തിയാക്കി. 2ാം ഘട്ടം ഇന്നലെ മുതൽ ഞങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. പ്രവർത്തകരെല്ലാം നല്ല ആവേശത്തിലാണ്. 2015 എടവണ്ണ പഞ്ചായത്തിലെ മെമ്പറായി നിൽക്കുമ്പോൾ, ഈ വാർഡിൻ്റെ മെമ്പറായി ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് റോഡുകളും അതുപോലെ തന്നെ ഫുട്പാത്തുകളും ഒക്കെ കോൺക്രീറ്റും ടാറിങ്ങും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുറമെ മുണ്ടേങ്ങര സ്കൂളിൽ പലവിധ വർക്കുകൾ കൊണ്ടും അവിടെ പാചകപ്പുര ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്ര ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് പാചകപ്പുര പൂർത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ മുന്നിൽ മുറ്റത്ത് ടൈല് പാകി, പിന്നെ ഓഡിറ്റോറിയത്തിന് MLA ഫണ്ട് 4 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ പുറമെയുള്ള ബാക്കി ഫണ്ടുകളൊക്കെ അനുവദിച്ചു. ആ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജനോപകാരമായ പ്രവർത്തനം ചെയ്യാൻ അന്നത്തെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. ബ്ലോക്ക് മെമ്പറായി ഇരിക്കുന്ന സമയത്ത് 9 വാർഡുകളാണ് ഒരു ബ്ലോക്ക് മെമ്പർക്കുള്ളത്. അതിൽ 9 വാർഡിലും ഫണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ 5 വർഷക്കാലം കഴിഞ്ഞു പോയിട്ടുള്ളത്. മുണ്ടങ്ങരയെ സംബന്ധിച്ചിടത്തോളം 6 മീറ്റർ വീതിയുള്ള റോഡില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് റോഡോ കാര്യങ്ങളോ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന വനിതാ ഫിറ്റ്നസ് സെന്ററിന് പണി പൂർത്തീകരിച്ചുകൊണ്ട് നല്ല ഒരു വനിതാ ഫിറ്റ്നസ് സെന്റർ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന 5 വർഷം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങളോട് ഒരുപാട് ഉത്തരവാദിത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ വീടുകളുടെ പ്രശ്നങ്ങൾ, റിപ്പയറിങ്, കുടിവെള്ളം, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ പഞ്ചായത്താണെങ്കിലും ബ്ലോക്കാണെങ്കിലും ജില്ലയാണെങ്കിലും ഒക്കെ UDF ഒന്നിച്ചു നിന്നുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഈ ഒരു വാർഡിൻ്റെ എല്ലാ പുരോഗമന പ്രവർത്തനത്തിനും ഒപ്പമുണ്ടാവുമെന്നുകൂടി ഈ വാർഡിലെ ഓരോരുത്തരെയും അറിയിക്കുന്നതാണ്. ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുന്ന കോൺഗ്രസ് നേതാവ് വി ഹൈദറും പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. നിലവിൽ എടവണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ് വി ഹൈദർ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എടവണ്ണ പഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്നും UDF സ്ഥാനാർത്ഥികൾ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഹൈദറു
എടവണ്ണ ഡിവിഷനിൽ നിന്നും അരീക്കോട് ബ്ലോക്കിലെ എടവണ്ണ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഔദ്യോഗിക ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. മത്സരരംഗത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ഒരു മത്സരരംഗത്തുള്ളത്. ഇതിനു മുൻപ് കേരളത്തിലെ സർക്കാർ സർവീസിലായിരുന്നു. അന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും രാഷ്ട്രീയ പ്രവർത്തനം പാടില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ NGO അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ കേരള ഗസറ്റ് ഓഫീസേഴ്സിൻ്റെയും ഓഫീസേഴ്സ് യൂണിയൻ്റെയും ഒക്കെ ജില്ലാ പ്രസിഡൻ്റായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് സജീവമായി രംഗത്തുണ്ടായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷമാണ് പൊതുരംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി എടവണ്ണയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ട്. ഇപ്പോൾ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പാർട്ടി എന്നെ അരീക്കോട് ബ്ലോക്കിലെ എടവണ്ണ ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ആവേശമാണ്. പ്രവർത്തകർ വളരെ സംതൃപ്തിയിലാണ്, വളരെ ആവേശത്തോടു കൂടിയാണ് അവരെ എതിരേൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ എടവണ്ണ ഡിവിഷൻ ജയിക്കാൻ പറ്റിയിരുന്നു. ആ ജയം ഇനിയും നിലനിർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് പുറമെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ബ്ലോക്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും ഉണ്ട്. ഇനി നമുക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നമ്മുടെ ബഹുമാനായ KT അഷ്റഫ് അലിയാണ്. മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവാണ്. ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള ബഹുമതിയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം കൂടി ആകുമ്പോഴത്തേക്കും ഈ ഡിവിഷനിൽ കോണി അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ഈ ഡിവിഷനിൽ നല്ലൊരു പുരോഗതി, നല്ലൊരു കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് 3 ആൾക്കും കൂട്ടമായി ശ്രമിച്ചാൽ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അതിന് നാട്ടുകാരുടെ എല്ലാവിധ പിന്തുണയുമുണ്ട്. അത് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ഡിവിഷൻ്റെയും വാർഡിൻ്റെയും ഒക്കെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ നാട്ടുകാരുടെ കൂടെ ഒപ്പമുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ്. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. Emirates Tiles and Sanitaries near Sidi Haji Bridge, Nilambur Road, Edavanna. Phone 7034 516831.